എന്താ അമ്മ ഇത്? ത്യാഗത്തിന് പോലും അതിരില്ലേ അമ്മേ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ പ്രസവിച്ച കുഞ്ഞിന് എനിക്ക് മോനെ, എന്റെ മോനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നീ എന്റെ മോനല്ലേ? നീ വിശന്ന് കരയുമ്പോഴൊക്കെ ഞാനല്ലേ നിനക്ക് പാല് തന്ന് വളർത്തിയത്. നീ എന്റെ വയറ്റിൽ വളർന്നു വന്ന ഞാൻ പെറ്റ എന്റെ മോൻ തന്നെയാണ്. എന്നും അങ്ങനെ മാത്രമേ കരുതാവുള്ളൂ. എന്റെ മോനാ നീ. ഞാൻ പെറ്റ എന്റെ പൊന്നു മോൻ. വലിച്ച നടന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി നടക്കാനുള്ളതെല്ലാം ഞാൻ പറയാം, ചെയ്ത് കാണിച്ചു തരാം. എന്താ പെണ്ണെ ഇവിടെ? ഒരു പണിയില്ല. എന്നാ പിന്നെ കുറച്ച് മീൻ പിടിച്ച് കറിയൊക്കെ വെച്ചിട്ട് നിന്നെ ഡിന്നറിന് വിളിക്കാന്ന് കരുതി. ഡിന്നറോ? ഇന്ന് പറ്റില്ല ബണ്ണി. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു പാർട്ടി ഉണ്ട്. ഓ പിന്നെ, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാർട്ടിയല്ലേ? ഇന്നൊരു ദിവസം ഡിന്നർ എന്റെ കൂടെയാക്ക്. നടക്കില്ല. ഇന്നത്തെ പാർട്ടിയിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവാം, നമ്മുടെ ലവ് അഫെയറിനെ പറ്റി. നമ്മുടെ അഫെയറോ? അതിന് നമ്മളെപ്പോഴാ പ്രേമിച്ചത്? എന്താ പറഞ്ഞേ? അതേന്നെ, നമ്മൾ തമ്മിൽ പ്രേമിച്ചിട്ടുണ്ടോ? ബണ്ണി, ബി സീരിയസ്. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഞാൻ തന്നെ പ്രേമിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പരിചയപ്പെട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തന്നെ പ്രേമിക്കുന്നു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കി. പിന്നെന്തിനാ ബണ്ണി അന്നെ ലൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി കേക്ക് ഒക്കെ മുറിച്ചത്? എന്താ മഹി, കേക്ക് മുറിച്ച പ്രേമാണെന്നാണോ? അപ്പൊ നമ്മളന്ന് ഒരേ ചായ കുടിച്ചതോ? ഒരു ചായ കുടിച്ചെന്ന് കരുതി പ്രേമാവോ? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി അന്ന് ബൈക്കിൽ കുറെ കറങ്ങിയത്? ബൈക്കിൽ കറങ്ങിയെന്ന് കരുതി പ്രേമാവോ? നോക്ക് മഹി, നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് പ്രേമമായി കാണരുത്. എനിക്ക് പ്രേമം എന്ന് പറഞ്ഞ ഇഷ്ടമേ അല്ല. ഐ എം വെരി സോറി. മോളെ 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 നീ കാര്യം പറ. നീ എന്താ തല്ലി പൊട്ടിക്കുന്നെ? അണ്ണനും കൂടെ വല്ലതും തട്ടിപ്പൊട്ടിക്കണ്ട. ഞാൻ പറയുന്ന കാര്യമുണ്ട്, പൊട്ടിക്കണ്ട. തട്ടിപ്പൊട്ടിക്ക്. ഞാൻ പറയുന്ന ഈ കാര്യമുണ്ടെന്നാ പൊട്ടിക്ക്. എന്താ മോളെ? എന്തിനാ ഡാഡി ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നത്? നീ ഇതൊക്കെ തല്ലിപ്പൊടിച്ച് എന്തിനാണെന്ന് പറ മോളെ. ഇന്ന് എന്നെ ഒരുത്തൻ ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാ. ആരാവൻ? അവന്റെ പേരെന്താ? ബണ്ണി. സൂര്യ, അണ്ണാ അവൻ ആരാണെന്ന് വെച്ചാ പോയി പിടിച്ചോണ്ട് വാ. എന്താ എന്താ പറഞ്ഞേ? എനിക്ക് ബണ്ണി വേണം ഡാഡി. അവനില്ലെങ്കിൽ ഞാൻ മരിക്കുകയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം എന്റെ മോളിനോട് ആദ്യമായി സംസാരിച്ച് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? എനിക്ക് ബണ്ണിയെ വേണം ഡാഡി, ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ മരിക്കും. അയ്യോ മോൾ അങ്ങനെയൊന്നും പറയരുത്. ചെന്ന് ഒന്ന് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വാ. എന്താ എടാ ചെവിയും കേക്കില്ല നിനക്ക്? എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ. മോളെ ഇനിയെങ്കിലും കഴിക്കാലോ. ആദ്യം ബണ്ണി വരട്ടെ. എത്തിയോ? പോയി വിളിച്ചോണ്ടോ? എവിടേക്കാ? അണ്ണൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എവിടത്തെ അണ്ണൻ? ആരുടെ അണ്ണൻ? വരാൻ പറഞ്ഞ വന്നോണം. ഏയ്, ശല്യം ചെയ്യാതെ പോടാ. വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും. എന്നാ കൊണ്ടുപോയിക്കോ. അവൻ അടിക്കരുതെന്ന് അണ്ണൻ പറഞ്ഞല്ലേ? ആട്ടിക്കൊണ്ടത് അവനല്ല, നമുക്കാ. മോനെ 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 പ്രശ്നം ഉണ്ടാക്കല്ലേ. നിന്നെ സോമരാജ് സാറാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അയാൾ സോമരാജാവാണെങ്കിലും മഹാരാജാവാണെങ്കിലും എന്നെ കാണണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരണം. ഏയ്, നിന്റെ നാക്ക് പൊങ്ങിയ എന്റെ കൈയാവും പൊങ്ങുക. മര്യാദക്ക് പോകുന്ന നല്ലത്. എവിടെ പോയി കിടക്കുമാര് തെണ്ടികള്? എവിടെ അവൻ? എവിടെ? വന്നില്ലണ്ണ.
എന്താ വരാഞ്ഞത്? വിളിച്ചപ്പോ പറയുക വരില്ല എന്ന്. ഞാനാ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടാ വരാഞ്ഞത്. ഞാൻ സോമരാജൻ വിളിച്ചെന്ന് തന്നെയാണോ പറഞ്ഞത്? അതെ, അതാ കുഴപ്പമായത്. അതെന്താ? നിന്നെ സോമരാജൻ വിളിക്കുന്നു പറഞ്ഞപ്പോ സോമരാജായാലും എനിക്കെന്താ, മഹാരാജാവായാലും എനിക്കെന്താ, അവനെ കാണണമെങ്കിൽ ആരായാലും അങ്ങോട്ട് ഇല്ലണോന്ന്. അവൻ എങ്ങോട്ടും വരില്ല എന്ന് നാണം കെട്ടണ്ട. അവൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? സെയിം ഡയലോഗാ അവനും പറഞ്ഞത്. അപ്പൊ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലണമെന്നാണോ? ഹീസ് ഓൺ ദ വേ. അവൻ വരുന്നുണ്ട് മോളെ, അതാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വരില്ലെണ്ണ, ഞാൻ തന്നെ വരാം, വാ. കുറച്ചു മുമ്പേ അല്ലേ തുടച്ചത്? ഏയ്, എന്റെ ബൈക്ക് ഞാൻ തുടയ്ക്കുന്നു, അതിന് തനിക്കെന്താ? ബണ്ണി എന്ന് പറയുന്നത് നീയാണോ? അതെ. എന്താ വേണ്ടേ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ചും ശരിക്കറിയില്ല. നിന്നെ കുറിച്ച് എന്താണ് ഇത്ര അറിയാൻ? നിങ്ങളെ കുറിച്ച് ഇത്ര അറിയാൻ എന്താ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്കും അതാ പറയാനുള്ളത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്. ശരി, ഞാൻ കാര്യം പറയാം. എന്റെ മോള് നിന്നെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിനെയും മസിലി കൊടുത്തൊക്കെ എന്തിനാ? വരാന്ന് ചെന്ന് പറഞ്ഞേക്ക്. വരാന്ന് ചെന്ന് പറയുന്നത് എന്തിനാ? എന്റെ കൂടെ അങ്ങ് വന്നാ പോരെ? ഇപ്പോ പോസ്റ്റ്മാൻ ആണെന്ന് വിചാരിച്ചോ, അയാളുടെ പണി എന്താ? കൊടുത്ത കത്തം കൊണ്ടുപോവുക, വരുന്ന കത്ത് നമുക്ക് തരിക. അതുപോലെ ഒരു മീഡിയേറ്ററായി വന്നുകൊണ്ട്. ഞാൻ മീഡിയേറ്റർ ഒന്നും അല്ല. പിന്നെ സോമരാജ ഇത്. ആരായാലും എനിക്ക് പുല്ല, വെറും പുല്ലാന്ന്. എല്ലാരും കൂടെ മാറിയേക്ക്. ഇതിനെ കൂടെ എടുത്തു പോടാ. വളച്ചു കെട്ടുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പറയാം. നീ എന്റെ മോളെ പ്രേമിച്ചെന്തിനാ? വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങളുടെ മോൾ എന്നെയാ പ്രേമിച്ചത്, ഞാൻ നിങ്ങളുടെ മോളെ പ്രേമിച്ചിട്ട്. പ്രേമിക്കരുത്. അതുകൊണ്ടല്ലേ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. മോനെ, നീ വന്നില്ലെങ്കിൽ അവിടെ ഒന്നും കഴിക്കില്ലെന്നാ പറയുന്നേ. അവള് വിശന്നിരുന്നാ എനിക്കത് സഹിക്കില്ല. ഒത്തിരി നാൾ കൂടി അവളെന്നോട് സംസാരിച്ചത്. ഒന്ന് അവിടം വരെ വന്ന് അവളെ ആഹാരം കഴിപ്പിച്ചില്ലെങ്കിൽ പോരെ? ഞാൻ വരാം. ആഹാരം കഴിച്ചു കഴിഞ്ഞാ അവൾ ഉറങ്ങുന്നവരെ ഇരിക്കൂ, അവൾ ഉണരുമ്പോ താരാട്ട് പാടൂ, അവളോട് പോയി ഐ ലവ് യു പറയൂ എന്നൊക്കെ പറഞ്ഞാ അത് നടക്കില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും പറയില്ല. നീ വാ വാ വാ. ഞാനെന്താ കാറിനടുത്തേക്ക് വരണോ? കാർ ഇങ്ങോട്ട് വരില്ലേ? വരും. മോളെ, മഹി, സീതേ, മോള് വല്ലതും കഴിച്ചോ? ഇല്ല. ആന്റി, ഇനി നിങ്ങൾ ആരും വിഷമിക്കണ്ട. പോയി ആഹാരം എടുത്തോണ്ട് വാ, ഞാൻ കൊടുത്തോളാം. മഹി, മഹി. എന്താ മഹി, ആഹാരം കഴിക്കാത്തെന്താ? കൊച്ചു കുട്ടികളെ പോലെ. നിന്നെ ലാളിച്ച് വഷളാക്കിയതാ. കഴിക്കി. നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? മഹി, എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോന്ന്? പ്രേമിക്കുന്നു പറ. ആഹാരം കൊടുത്താൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും പറഞ്ഞേക്കടാ നീ. അവള് കഴിക്കട്ടടാ, പറഞ്ഞേക്ക്. ശരി, എന്റെ മനസ്സിലുള്ള ഞാൻ പറയാൻ പോവാ. മഹി, സത്യം പറയട്ടെ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാ, എന്റെ ജീവന. പക്ഷെ നിന്റെ അച്ഛനെ എനിക്ക് പേടിയാ. മോനെ, നീ എന്തിനാടാ എന്നെ പേടിക്കുന്നത്? നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ? എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? അല്ലേ മോളെ? ഒന്നും ചെയ്യില്ല. എന്നാ ഞങ്ങൾ പ്രേമിച്ചോട്ടെ. മഹി, നിന്നെ പ്രേമിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു. ഐ എം വെരി സോറി. ഐ റിയലി ലവ് യു.